Hi, this is Somashekaran from Home Concepts, Interiors and Contracting. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇൻറ്റീരിയർ വർക്കുകൾ കൂടുതൽ പ്രചാരത്തിലേക്ക് എത്തുകയും ഇൻറ്റീരിയർ വർക്കുകൾ ഗ്രാമപ്രദേശങ്ങളിൽ പോലും വളരെ കോസ്റ്റ് കുറച്ച് ചെയ്യുന്നതായി കാണുന്നുമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ കോസ്റ്റ് കുറച്ച് ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്യാൻ സാധിക്കുക? അതേപോലെ തന്നെ ഈ ഇൻറ്റീരിയർ വർക്കുകൾ കോസ്റ്റ് കൂടുതലുള്ള വർക്കുകളും ഉണ്ട്. അതായത് കോസ്റ്റ് കൂടുതൽ ചെയ്യുന്ന കമ്പനികളും കോസ്റ്റ് കുറച്ച് ചെയ്യുന്ന കമ്പനികളും അല്ലെങ്കിൽ കാർപ്പൻറ്റേഴ്സും ഉണ്ട്. ഇതെങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുക? ഇവിടെ ഒരു കാര്യം നമുക്ക് വ്യക്തമായി പറയാൻ കഴിയും. കോസ്റ്റ് കൂടുന്നതനുസരിച്ച് അവർ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളിലും വ്യത്യാസം ഉണ്ടാകും. അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് ബ്രാൻഡഡായ ട്രോജൻ മറൈൻ പ്ലൈവുഡാണ്. 710 ട്രോജൻ മറൈൻ പ്ലൈവുഡാണ്. നമ്മുടെ പ്ലൈവുഡിന് ഏകദേശം ഒരു 3350 രൂപ അധികം ചിലവ് ഇപ്പോൾ വരുന്നുണ്ട്, ഒരു പ്ലൈവുഡിന് മാത്രം. അതിനുശേഷം നമ്മൾ രണ്ട് സൈഡിലും 1 mm മൈക്കയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതും ബ്രാൻഡഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എയ്തർ മെറീനോ അല്ലെങ്കിൽ ഗ്രീൻലം. ഈ രണ്ട് ബ്രാൻഡ് മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. പിന്നീട് നമുക്കറിയാം, ഫാക്ടറി മെയ്ഡാണ് നമ്മൾ ചെയ്യുന്ന വർക്കുകളെല്ലാം. ഫാക്ടറി മെയ്ഡ് ആകുമ്പോൾ നമുക്ക് ഫാക്ടറി എക്സ്പെൻസസ്, ഓവർഹെഡ്, കട്ടിങ് എക്സ്പെൻസസ്, എഡ്ജ് ബാൻഡിങ് എക്സ്പെൻസസ്, പ്രസ്സിങ് എക്സ്പെൻസസ്, അങ്ങനെ പല രീതിയിലുമുള്ള മെഷീൻ എക്സ്പെൻസസും നമുക്ക് അധികത്തിൽ വരുന്നുണ്ട്. ഇതേ മെത്തേഡിൽ തന്നെ വേറൊരു രീതിയിലും വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം 710 ഗ്രേഡിൽ തന്നെ ബ്രാൻഡഡ് അല്ലാത്ത പ്ലൈവുഡുകൾ 2400 മുതൽ നമ്മൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 2400 മുതൽ നമ്മൾക്ക് മാർക്കറ്റിൽ ലോക്കൽ മാർക്കറ്റ്, അതായത് ഗ്ലാസ് കടകൾ, അങ്ങനെയുള്ള കടകളിൽ നമുക്ക് 710 ആണ് എന്ന ബ്രാൻഡിൽ തന്നെ 710 ഗ്രേഡ് ആണെന്ന് പറഞ്ഞ് നമുക്ക് അവൈലബിൾ ആണ്. ഇതേപോലെ തന്നെ നമുക്ക് 1 mm മൈക്കയ്ക്ക് പകരം 0.8 മൈക്കുകൾ ഉപയോഗിക്കുന്നവരുണ്ട്. ഇനി ഇതെല്ലാം ഫാക്ടറിയിലല്ലാതെ മാനുവലായി കട്ട് ചെയ്ത്, മാനുവലായി പ്രസ് ചെയ്ത്, മാനുവലായി പ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഫെവിക്കോൾ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് എഡ്ജ് ബാൻഡും മാനുവലായിട്ട് ചെയ്യുന്ന വർക്കുകളുണ്ട്. അപ്പോൾ അവർക്ക് അവിടെ കുറച്ച് കോസ്റ്റുകൾ കുറഞ്ഞു, ഫാക്ടറി എക്സ്പെൻസസ് കുറഞ്ഞു, മൈക്കയുടെ റേറ്റ് കുറഞ്ഞു, പ്ലൈവുഡിൻ്റെ റേറ്റ് കുറഞ്ഞു. അങ്ങനെ നമുക്ക് ഇവിടെ കോസ്റ്റ് കുറച്ച് താഴേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇനി മൂന്നാമതായി, ഈ 710 പ്ലൈവുഡിൻ്റെ സ്ഥാനത്ത് പാർട്ടിക്കിൾ ബോർഡ്, MDF, HDF ഇങ്ങനെയുള്ള മെറ്റീരിയലുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ വീണ്ടും കോസ്റ്റ് താഴേക്ക് വരുന്നത് കാണാം. ഇനി പ്രീ ലാമിനേറ്റഡ് ബോർഡ്സ് ഉണ്ട്. അതായത് കളർ ഓൾറെഡി അവൈലബിൾ ഉള്ള മൈക്ക ഒട്ടിച്ചു വരുന്ന ബോർഡുകൾ അല്ലെങ്കിൽ പെയിൻറ് ചെയ്തു വരുന്ന ബോർഡുകളുണ്ട്. അങ്ങനെ പ്രീ ലാമിനേറ്റഡ് ബോർഡ്സ് മാർക്കറ്റിൽ നിന്ന് വളരെയധികം അവൈലബിൾ ആണ്. ഈ ബോർഡ്സ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് മൈക്ക ഇങ്ങനെയുള്ള ചിലവുകൾ കുറഞ്ഞു. പിന്നീട് നമുക്ക് എഡ്ജ് ബാൻഡിൻ്റെ ചിലവ് കുറഞ്ഞു. അങ്ങനെ പല രീതിയിലുള്ള ചിലവുകൾ കുറഞ്ഞു. അപ്പോൾ വീണ്ടും കോസ്റ്റ് താഴേക്ക് വന്നു. ഇനി മൂന്നാമതായി, പെയിൻറ് ചെയ്യുന്ന WPC ബോർഡ് മേടിച്ചിട്ട് അതിലേക്ക് നമുക്ക് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമുക്ക് ഓട്ടോമോട്ടീവ് പെയിൻ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾക്ക് WPC പോലുള്ള ബോർഡുകൾ മേടിച്ചാൽ നമ്മൾക്ക് ചിലവുകൾ കുറച്ചുകൂടി നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കും. ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ നമ്മൾ ഇത്രയും നേരവും പറഞ്ഞിരുന്ന ഈ വ്യത്യാസങ്ങൾ, ഇതാണ് നമ്മുടെ ഒരു ഇൻറ്റീരിയർ വർക്കുകളിൽ ഉണ്ടാവുന്ന ഒരു കോസ്റ്റിൻ്റെ കമ്പാരിസൺ വരുന്നത്. അപ്പോൾ ഇവിടെ കസ്റ്റമറാണ് തീരുമാനിക്കേണ്ടത് ഏത് രീതിയിലുള്ള മെറ്റീരിയൽ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള വർക്ക് ചെയ്യണം, ഏത് രീതിയിലുള്ള മെറ്റീരിയലാണ്. എനിക്ക് ബ്രാൻഡഡ് ആണെങ്കിൽ ബ്രാൻഡഡ് വേണം, അല്ലെങ്കിൽ ബ്രാൻഡഡ് ഉപയോഗിക്കേണ്ടായെങ്കിൽ നമ്മൾക്ക് ലോക്കലായിട്ട് അവൈലബിൾ ഉള്ള മെറ്റീരിയൽ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കും. പക്ഷേ എല്ലാ മെറ്റീരിയലുകൾക്കും അതിൻ്റെ ബ്രാൻഡഡ് ഉപയോഗിക്കുമ്പോഴും ലോക്കൽ മെറ്റീരിയലുകൾ ഉപയോഗിക്കുമ്പോഴും അതിൻ്റേതായ ഡീമെറിറ്റ്സ് ഉണ്ടാവാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ഉദാഹരണത്തിനായി നമ്മൾ പ്ലൈവുഡ് ബ്രാൻഡഡ് ഉപയോഗിക്കുമ്പോഴും പ്ലൈവുഡ്
ലോക്കൽ ഉപയോഗിക്കുമ്പോഴും ഉണ്ടാവുന്ന വ്യത്യാസം നമുക്ക് ഫ്യൂച്ചറിൽ മാത്രമേ അതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത് കസ്റ്റമറാണ് തീരുമാനിക്കേണ്ടത് ഏത് മെറ്റീരിയൽ ഉപയോഗിച്ച് ഞാൻ വർക്ക് ചെയ്യണം എന്നുള്ള കാര്യം. ഇനിയും അടുത്തതായി നമുക്ക് ആക്സസറീസ്, കിച്ചൺ ആക്സസറീസ് സെലക്ട് ചെയ്യുമ്പോൾ അത് ഏത് ബ്രാൻഡ് വേണം, അല്ലെങ്കിൽ ബ്രാൻഡ് വേണോ ലോക്കൽ വേണോ എന്നുള്ള കാര്യങ്ങളും നമുക്ക് തീരുമാനിക്കാം. ഒരു ഉദാഹരണം ഞാൻ പറയാം. കിച്ചണിൽ ഉപയോഗിക്കുന്ന ലാഡർ യൂണിറ്റ്, അതിന് സ്ലീക്കിൻ്റെ ബ്രാൻഡാണെങ്കിൽ ഏകദേശം 42,500 മുതൽ സ്ലീക്കിൻ്റെ ബ്രാൻഡിൻ്റെ ലാഡർ യൂണിറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇതേ സ്ഥാനത്ത് ഹെറ്റിച്ച് ആണെങ്കിൽ നമുക്ക് 75,000 മുകളിലേക്കാണ് ഹെറ്റിച്ചിൻ്റെ ഒരു ലാഡർ യൂണിറ്റിൻ്റെ വില. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ ആക്സസറീസും, ബാസ്ക്കറ്റ്സ് ആട്ടെ, ടാൻഡം ബോക്സ് ഒക്കെ പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്. അതായത് കൂടുതൽ സോഫ്റ്റ് ആയത് നമുക്ക് പല രീതിയിലെടുക്കാം. വേസ്റ്റ് ബിൻ, ഫോർ എക്സാമ്പിൾ വേസ്റ്റ് ബിൻ ആണെങ്കിൽ നമുക്ക് സ്ലീക്കിൻ്റെ 1000 രൂപയുടെ വേസ്റ്റ് ബിന്നുമുണ്ട്. ഓട്ടോമാറ്റിക് തുറന്നു വരുന്ന, അതായത് ഡോർ തുറക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മൂവ്മെൻറ്റ് ചെയ്യുന്ന 4500 വേസ്റ്റ് ബിന്നുമുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രൈസ് റേഞ്ച് നമ്മൾ ഒരിക്കലും കസ്റ്റമറുടെ അടുക്കൽ ഒരു വർക്ക് എടുക്കാൻ വരുന്ന ആൾക്കാർ സാധാരണയായി പറയുകയില്ല. ചിലർ ഡയറക്റ്റായി എല്ലാം സ്പെസിഫിക്കായി പറഞ്ഞ് തന്നെ വർക്ക് എടുക്കുന്നവരുണ്ട്. പക്ഷെ ചിലർ ഈ വർക്കുകൾ എടുത്തതിന് ശേഷമായിരിക്കും ഇതൊക്കെയാണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഈ മെറ്റീരിയലാണ് ഉപയോഗിക്കുക എന്നുള്ളത് പറയുന്നത്. അപ്പോൾ എപ്പോഴും അവസാനമായി പറഞ്ഞു നിർത്താനുള്ളത് ഇതാണ്: ഒരു കസ്റ്റമറാണ് താൻ സെലക്ട് ചെയ്യുന്ന മെറ്റീരിയൽ നല്ലതാണോ ചീത്തയാണോ എന്ന് സെലക്ട് ചെയ്ത് വേണം വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പം നമ്മളുടെ ഒരു കിച്ചൺ ആകട്ടെ, നമ്മളുടെ ഒരു ഇൻറ്റീരിയർ വർക്ക് ഏതായാലും നമ്മൾ ചെയ്യുന്നത് നമുക്ക് കാലങ്ങളോളം യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കണം. നമ്മളൊരു വർക്ക് ചെയ്താൽ അത് ഒരു 15 വർഷമെങ്കിലും നമുക്ക് അതിന് ഒരു വാറണ്ടി കിട്ടാനുള്ള ഒരു ഇതുണ്ടാവണം. നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കുകൾക്കും നമുക്ക് ഒരു വാറണ്ടി കിട്ടണം. നമ്മൾ ഇന്ന് വർക്ക് ചെയ്തിട്ട് നമുക്ക് നാളെ അതിനൊരു ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ നമുക്കത് ആരോടും നമുക്കതിനെപ്പറ്റി സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവരുത്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ കസ്റ്റമറാണ് തീരുമാനിക്കേണ്ടത് ഏത് മെറ്റീരിയൽ ഉപയോഗിക്കണം, ഏത് ബ്രാൻഡഡ് ഉപയോഗിക്കണോ, ലോക്കൽ മെറ്റീരിയൽ ഉപയോഗിക്കണമെന്ന്. എന്തായാലും നമ്മളൊരു കിച്ചൺ പണിയുമ്പോഴായാലും, നമ്മൾ ഒരു കിച്ചൺ കബോർഡ് ചെയ്യുമ്പോഴായാലും, ലിവിങ് പാർട്ടീഷൻ ചെയ്യുമ്പോഴായാലും, എക്സ് ഓർ വൈ ഏത് ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്യുമ്പോഴായാലും നമ്മൾക്കത് ഫ്യൂച്ചറിലേക്ക് പ്രയോജനപ്പെടണം, നമുക്ക് കാലങ്ങളോളം നിലനിൽക്കുന്നതായിരിക്കണം. ആ രീതിയിൽ വേണം നമ്മൾ വർക്കുകൾ ചെയ്യുവാൻ. അതോടൊപ്പം തന്നെ നമുക്കിതിനോട് അനുബന്ധിച്ചുണ്ടാവുന്ന സർവീസുകൾ, കറക്റ്റായിട്ട് നമുക്ക് സർവീസുകൾ കിട്ടാനും, നമ്മൾ അതനുസരിച്ച് സർവീസുകൾ കിട്ടും എന്ന് ഉറപ്പാക്കിയിട്ട് വേണം നമ്മൾ വർക്കുകൾ മുന്നോട്ട് ചെയ്തു കൊണ്ടുപോകാൻ. അപ്പം നമുക്ക് അതനുസരിച്ചുള്ള സപ്ലയേഴ്സിനെയും അതനുസരിച്ചുള്ള കോൺട്രാക്ടേഴ്സിനെയും സെലക്ട് ചെയ്യുക. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.